السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد. വിശുദ്ധ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഭാഗമായി നമ്മൾ പഠിച്ചു വരുന്ന അധ്യായമാണ് സൂറത്തുൻ നജ്ം. കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്ക് ശേഷം ഇൻഷാ അള്ളാഹ് 3-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സൂറത്തുൻ നജ്മിലെ 12 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ رَآهُ نَزْلَةً أُخْرَى عِندَ سِدْرَةِ الْمُنْتَهَى عِندَهَا جَنَّةُ الْمَأْوَى إِذْ يَغْشَى السِّدْرَةَ مَا يَغْشَى مَا زَاغَ الْبَصَرُ وَمَا طَغَى لقد رأى من آيات ربه الكبرى. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചാണ് കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. അതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് മറുപടിയാണ് തുടർന്നുള്ള വചനങ്ങൾ. പ്രവാചകനും ജിബ്രീലും അലൈഹിസ്സലാം അമ്പു വില്ലും അടുത്തതിനേക്കാൾ ശക്തമായ അടുപ്പമുണ്ടായി. ആ സമയത്ത് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഫഔഹാ, ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകി ഇലാ അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമക്ക്, മാ ഔഹാ, നൽകേണ്ടതെല്ലാം. മാ കദബൽ ഫുആദു മാ റഅ. പ്രവാചകന്റെ ഹൃദയം ഒരിക്കലും അതിനെ കളവാക്കുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവമാണ്. എന്നിരിക്കെ അഫതുമാറൂനഹു അലാ മാ യറ, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് അതിന് തർക്കിക്കാൻ വരുന്നത്? മാറ യുമാരി, ജാദല യുജാദിലു എന്നാണ്, തർക്കിക്കുക. അഫതുമാറൂനഹു, നിങ്ങൾ ആ പ്രവാചകനുമായിട്ട് തർക്കത്തിന് വരികയാണോ? അലാമായറ, അദ്ദേഹം കണ്ടതിന്റെ വിഷയത്തിൽ. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, വാവുൽ ഖസമാണ്, സത്യത്തിനുള്ള വാവ്.
ലഖദ് ലാമും ഖസമിന് ഉപയോഗിക്കുകയാണ്. റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരിക്കുന്നു. നസ്ലത്തൻ ഉഖ്റ മറ്റൊരു തവണ കൂടി. നസ്ലത്ത് എന്ന് പറഞ്ഞാൽ മറത്ത് എന്നാണ്. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്. നസ്ലത്ത് പറഞ്ഞാൽ ഇറക്കൽ അല്ലെങ്കിൽ ഇറങ്ങല്. അവിടെ ഉദ്ദേശിക്കുന്നത് വേറെ പല തവണയിലായിട്ട് കണ്ടിട്ടുണ്ട്, എന്നാൽ ഈ കണ്ടതാണ് മറത്തൻ ഉഖ്റ മറ്റൊരു തവണ. അതേതാണ്? ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ് എന്നാണ്. എന്താണ് ഈ വചനങ്ങളുടെ പശ്ചാത്തലം? നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ച് നീണ്ട 10 വർഷം മഹാനായ മഹദിയായ ഖദീജ ബീവിയുടെ സംരക്ഷണം അകത്തും പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ സംരക്ഷണം പുറത്തും അനുഭവിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. പക്ഷേ നുബുവത്തിന്റെ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സായപ്പോ ഈ 2 തണലും പ്രവാചകന് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പ്രവാചകൻ ഇവരുടെ അഭാവം മുതലെടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവർ ദാറുൻ നദ്വയിൽ മീറ്റിംഗ് കൂടി എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള തീരുമാനങ്ങളും ചർച്ചകളൊക്കെ വരുന്നത്. വൈദ് യംകുറു ബിക്കല്ലദീന കഫറൂ ലിയസ്ബിതൂക ഔ യുഖ്രിജൂക ഔ യഖ്തുലൂക ഫയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്നൊക്കെ സൂറത്തു ഇസ്രാഈൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുകിൽ പ്രവാചകനെ ബന്ധനസ്ഥനാക്കണം, അതല്ലെങ്കിൽ നാട് കടത്തണം, അതല്ലെങ്കിൽ വധിക്കണം. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ അമ്മാവന്മാരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോകുന്നത്. ചരിത്രം സുദീർഘമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അവിടെ പ്രതീക്ഷയറ്റ് പ്രവാചകൻ തിരിച്ചു വരികയാണ്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ആശ്വാസത്തിന്റെ കിരണം എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഉം മിഅ്റാജും സംഭവിക്കുന്നത്. അൽ മിനഹു ഇല്ലാ മാ തകൂനു ഇല്ലാ മാ ബഅദൽ മിഹനി എന്നാണ് അറബി ഭാഷയിലെ ഒരു ആപ്തവാക്യമാണ്. പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ പാരിതോഷികങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്നാണ്. അതാണ് ഇന്നമഅൽ ഉസ്രി യുസ്ര. പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം എന്നാണ്. എളുപ്പത്തോടൊപ്പം പ്രയാസം എന്നല്ല. അപ്പൊ എളുപ്പത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അല്പം പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫ് യാത്ര വരുന്നത്. അതിന്റെ മുമ്പുള്ള പല പീഡനങ്ങൾ, സ്വതന്ത്രമായുള്ള പ്രബോധനത്തിലുള്ള തടസ്സങ്ങൾ, നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് പ്രവാചകൻ ആ 10 വർഷം സാക്ഷിയായിട്ടുണ്ട്. അതിനുശേഷം ത്വായിഫിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷമാണ് നുബുവത്തിന്റെ 11-ാമത്തെ വർഷം. ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് റബീഉൽ അവ്വൽ 12-ന് പ്രവാചകൻ ഹിജറ പോയി മദീനയിലെത്തുന്ന അതും, അതേപോലെ തന്നെ ജനിച്ചതും, അതേപോലെ തന്നെ ഇസ്രാ സംഭവിച്ചതൊക്കെ ആ ദിവസമാണ് എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും പ്രവാചകൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് നേർസാക്ഷ്യം വഹിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് 2 മാസത്തെ വഴി ദൂരമുള്ള, 1 മാസം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങോട്ടും 1 മാസം തിരിച്ചിങ്ങോട്ടും, ഒറ്റ രാത്രി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്. അത് തന്നെയാണ് മക്കയിലെ വിശ്വാസികൾ അവിശ്വസിക്കാനുള്ള കാരണവും.
ഉമ്മുഹാനിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന ബുറാക്ക്, കാല് എത്തുന്ന രൂപത്തിലുള്ള ഒരു ബുറാക്കിന്റെ വാഹനത്തിൽ, ബുറാക്ക് എന്ന കോവർ കഴുതയേക്കാൾ വലുതും കഴുതയേക്കാൾ ചെറുതുമായ ഒരു വാഹനപ്പുറത്ത് കയറി, മൃഗത്തിന്റെ പുറത്ത് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്നത്. അത് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം തനിക്ക് മുമ്പ് ഇതേ ദൗത്യം നിർവഹിച്ച് പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത തൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ സംഭവമൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് പ്രവാചകന്മാരെ കാണുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ നമസ്കാരത്തിന് ഇമാമായി നേതൃത്വം കൊടുക്കുന്നു. ജമാഅത്തായി അവർ നമസ്കരിക്കുന്നു. പിന്നീട് അവിടെ നിന്നാണ് അതേ രാത്രി തന്നെ വാനലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോകുന്നത്. അതാണ് ഇസ്രാഇന് ശേഷം സംഭവിച്ച മിഅ്റാജ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തെത്തുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അവിടെ നിന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു. വിശാലമായ ചരിത്രമാണ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിൻ്റെ തഫ്സീറുകളിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങളത് വായിക്കുക. രണ്ടാമത്തെ ആകാശത്ത് ചെന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെയും യഹ്യ നബി അലൈഹിസ്സലാമിനെയും അവിടെ കണ്ടുമുട്ടുന്നു. മൂന്നാമത്തെ ആകാശത്തിലേക്ക് കയറിയപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അത് ഉഅ്തിയ ശത്റൽ ഹുസ്ൻ എന്ന് ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട്. സൗന്ദര്യത്തിന്റെ പാതി നൽകപ്പെട്ട, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നു. അവിടെ നിന്ന് കയറി നാലാമത്തെ ആകാശത്തെത്തിയപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അവിടെ നിന്ന് കയറി അഞ്ചാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കാണുന്നു. അവിടെ നിന്ന് കയറി ഏഴാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ മഹാനായ ആറാമത്തെ ആകാശത്ത് മൂസാ നബിയും പിന്നീട് ഏഴാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കണ്ടുമുട്ടുന്നു. അവിടെ നിന്ന് അതേ രാത്രി തന്നെ തിരിച്ച് മക്കയിലേക്ക് വരുന്നു. മക്കയിൽ ഈ സംഭവം പ്രവാചകൻ അവരോട് പറയുന്നു. ഇത് ഏത് സന്ദർഭത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അഫതുമാറൂനഹു അലാ മാ യറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. അതാണ് ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവ. അതിശക്തമാനായ 600 ചിറകുകൾക്ക് ഉടമയായ ജിബ്രീൽ അലൈഹിസ്സലാം, ആ മഹാനാണ് ഈ വഹയി നൽകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശത്രുക്കളായി കാണുന്നവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ. മങ്കാന അതുവല്ല ജിബീല ഫഇന്നഹു എന്ന് പറയുന്ന സൂറത്ത് ബഖറയിലെ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശത്രുവായി കാണുന്നവരെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാമൂസ്, വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ ബീവിയുമായിട്ട് അമ്മാവനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് പ്രവാചകൻ വഹയി കിട്ടിയതിന് ശേഷം ആദ്യമായി പോകുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇത് മൂസായുടെ അടുക്കൽ വന്ന നാമൂസ് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു നാമൂസ് ഒരിക്കലും മുഹമ്മദിന്റെ അടുക്കൽ വരാൻ അർഹനല്ല എന്ന് വിശ്വസിക്കാനാണ് അവിടുത്തെ ജൂതന്മാർക്കും മക്കയിലെ മുശ്രിക്കുകൾക്കൊക്കെ താല്പര്യം. അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനോട് അവർ തർക്കത്തിന് വരുന്നത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫതുമാറൂനഹു അലാ മാ യറ. അദ്ദേഹം കണ്ട കാര്യത്തെ നിങ്ങൾ നിഷേധിക്കാൻ വരികയാണോ? എന്നാ കേട്ടോളൂ, ഇതിനേക്കാൾ വലുത്, നമ്മൾ പറയില്ലേ പിടിച്ചതിലും വലുത് മാളത്തിലുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അള്ളാഹു കൊടുക്കുന്നത്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ. ഇതുവരെ നിങ്ങൾ മലാക്ക ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സംസാരിച്ചു, കണ്ടു. അതിനെയല്ലേ നിങ്ങൾ തർക്കത്തുന്നയിച്ച് നിഷേധിക്കാൻ ശ്രമിക്കുന്നത്? എന്നാൽ ഇപ്പുണ്ടായ സംഭവം എന്താണ്? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നസലത്തൻ ഉഖ്റ, മറ്റൊരു തവണ കൂടി കണ്ടിട്ടുണ്ട്. അതേതാണ് സമയം? ഇന്ദ സിദ്റത്തിൽ മുൻതഹ, അത് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാലോ, ഇന്ദഹ ജന്നത്തുൽ മഅ്വ, അത് ആവാസത്തിന്റെ സങ്കേതമായ വാനലോകത്തുള്ള ഒരു വൃക്ഷമാണ്. സ്വർഗം. മനുഷ്യന്റെ ആത്മാക്കളൊക്കെ മുഖറബുകളായ ദൈവിക സാമീപ്യം സിദ്ധിച്ച് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയ മനുഷ്യന്മാരുടെ മഹാത്മാക്കളുടെ ആത്മാക്കൾ ഉല്ലസിക്കുന്ന സങ്കേതമായ ജന്നത്തുൽ മഅ്വയുടെ അടുക്കലുള്ള ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. അവിടെ വെച്ചും മുഹമ്മദ് ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഇതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പടച്ചോന്റെ മറുപടി അങ്ങനെയാണ് അല്ലേ? നുരുമ്പിയ എല്ലുകൾ മണ്ണിൽ ദ്രവിച്ച് വീണ്ടും അത് പുനഃസൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണല്ലോ പറഞ്ഞത്, അതെ, ആ എല്ല് പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, നിങ്ങളുടെ വിരൽത്തുമ്പുകൾ പോലും അവൻ പുനഃസൃഷ്ടിക്കും. വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. പിന്നെ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാഥൻ മനുഷ്യനെ സൃഷ്ടിക്കുമോ, അവന് കഴിയുമോ എന്ന് അവർ സംശയം പ്രകടിപ്പിച്ചപ്പോ അതിന് കൊടുത്ത അള്ളാഹു കൊടുത്ത മറുപടി എന്താണ്? ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബർ മിൻ ഖൽഖിൻ നാസ്. മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ടാകേണ്ടത് ആകാശത്തെ സൃഷ്ടിക്കാനല്ലേ? ആകാശത്തെ അപേക്ഷിച്ച് മനുഷ്യരായ നിങ്ങൾ എത്ര നിസ്സാരമാണ്. അപ്പോ ഇത്രയും പ്രപഞ്ചത്തിലെ വലിയ ആഫാക്കുകള്, ചക്രവാളങ്ങള്, അതേപോലെ തന്നെ ഗാലക്സികൾ, ഇതെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന നാഥന് നിങ്ങളെ സൃഷ്ടിക്കാൻ എത്ര സിമ്പിളാണ്. എന്തിനാണ് ഇങ്ങനെ ലളിതവൽക്കരിക്കുന്നത്? അത് അവരെ അത്ഭുതപ്പെടുത്താനാണ്. മാത്രമല്ല, ഇത്രയും നിസ്സാരമായതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന നാഥന് ഞങ്ങളെ വീണ്ടും സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നത് വളരെ ലളിതമാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിൾ ആണ് എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെയാണ് അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുന്നത്. നിങ്ങൾ നിഷേധിക്കുകയാണോ ഭൂമിയിലേക്ക് ജിബ്രീൽ വന്നത്? എന്നാൽ കേട്ടോളൂ, ജിബ്രീലിന്റെ അടുത്തേക്ക്, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് മുഹമ്മദിനെ ഞാൻ കൊണ്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ചും ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ചും ജിബ്രീൽ അലൈഹിസ്സലാമിനെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട രണ്ട് സന്ദർഭങ്ങൾ. രണ്ട് സന്ദർഭം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ, അതാണ് മുമ്പ് പറഞ്ഞ വഹുവ ബിൽ ഉഫുഖിൽ അഅല എന്ന് പറയുന്നത്. ഉഫുഖിൽ അഅല, ഉന്നത ചക്രവാളത്തിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാനമിരിക്കുമ്പോൾ കണ്ടു. ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. ആ കാഴ്ചയിൽ ആകാശഭൂമികൾ, ചക്രവാളം തടസ്സമായിരുന്ന, ചക്രവാളം നിറഞ്ഞു നിന്നു എന്ന, ആകാശം പോലും പുറത്തേക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ തടസ്സം സൃഷ്ടിച്ചു. അത്രയും വലിയ ചിറകിനുടമയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അവിടെ അള്ളാഹു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ. എന്നാൽ ഇതേ ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? മാന്യനായ ദൂതനാണ്, അർശിന്റെ അടുക്കൽ സ്വാധീനമുള്ള ആളാണ്. അതാണ് സിദ്റത്തുൽ മുൻതഹ. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അവിടെ വെച്ചും ആ ഉന്നതമായ ചക്രവാളത്തിന്റെ അടുക്കൽ വെച്ചും വ്യക്തമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം? വലഖദ് റആഹു എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ് ഈ റആഹു എന്ന് പറഞ്ഞാൽ? ചില സ്വഹാബികള് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അപ്പോ അവർ പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു ഫഖദ് കദബ എന്ന.
മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി എന്നൊരാൾ പറഞ്ഞാൽ അവൻ പറയുന്നത് കളവാണ് എന്നാണ്. അതിലൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദൃശ്യമറിയും എന്ന് പറഞ്ഞാൽ, എന്നിട്ട് മാതദ്രി നഫ്സും മാതാ തക്സിബു ഗദാ എന്നായി തോന്നുന്നുണ്ട്. ഒരാൾക്കും നാളെന്ത് സംഭവിക്കും, നാളെന്ത് സമ്പാദിക്കും എന്നറിയില്ല എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച ഏതെങ്കിലും വചനത്തെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കളവാണ് പറയുന്നത്. കാരണം അള്ളാഹു പറഞ്ഞതാണ്, യാ അയ്യുഹർ റസൂലു റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. പ്രവാചകരെ, താങ്കൾക്ക് അള്ളാഹു എന്താണോ ബോധനം നൽകിയത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വഇല്ലം യഫ്അൽ തഫ്അൽ ഫഖദ് ബല്ലഗ്ത റിസാല മാ ബല്ലഗ്ത റിസാല. അതിൽ വീഴ്ച സംഭവിച്ചാൽ താങ്കൾ ഒരിക്കലും പ്രബോധകനാവുകയില്ല, റിസാലത്തിൽ വീഴ്ച വരുത്തി എന്ന് വിധിയെഴുതുമെന്നുള്ളത്. അതിൽപ്പെട്ടൊരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദബ. എന്നിട്ട് ആയിഷ ബീവി ആയത്തോതുന്നത് സൂറത്തുൽ അൻആമിലെ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഒരു കണ്ണിനെയും അവനെ കാണാൻ കഴിയില്ല, എന്നാൽ എല്ലാ കണ്ണുകളെയും അവൻ കാണും. അവനെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്ന ആയത്ത്. അതേപോലെ തന്നെ സൂറത്ത് ശൂറയിലെ മറ്റൊരായത്ത്, വമാ കാന ലിബശരിൻ അയ്യുകല്ലിമുഹുമുല്ലാഹു ഇല്ലാ വഹയൻ ഔ മിൻ വറാഇ ഹിജാബ്. ഒരാൾക്കും അള്ളാഹുവോട് സംസാരിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല, ഒന്നുകിൽ വഹയിലൂടെയായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂസാ നബി അലൈഹി ഇസ്ലാമിനോടൊക്കെ സംസാരിച്ചതുപോലെ ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അപ്പൊ അവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വലഖദ് റആഹു, തീർച്ചയായും റസൂലുള്ളാഹു അദ്ദേഹത്തെ കണ്ടു. അവിടെ നബിയ അത് അള്ളാഹു ആണല്ലോ എന്ന് പറയുന്നുണ്ട്. റആഹു മുഹമ്മദ് നബി, ഹു എന്ന് പറഞ്ഞാൽ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് പറയാതെ ചില ആളുകൾ അള്ളാഹു എന്ന് പറയാറുണ്ട് അവിടെ വ്യാഖ്യാനത്തിൽ. അവിടെയാണ് ആയിഷ ബി പറയുന്നത്, അല്ല, റആഹു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് കണ്ടത്, അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, അതിനുള്ള ശക്തി നമുക്കില്ല എന്ന ചില സ്വഹാബികൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റആഹു ബി ഖൽബിഹി എന്നാണ്. ആ കണ്ടത് എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് കണ്ടു, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അതിനുള്ള പവർ അതിനില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചപ്പോൾ നബി പറയുന്നുണ്ട്, നൂറുൻ അന്നാനാർ അറാഹ്, അബൂദർ അതൊരു പ്രകാശമല്ലേ, എനിക്കെങ്ങനെ കാണാൻ പറ്റും? പിന്നെന്താ നബി കണ്ടെന്ന് പറഞ്ഞത്? ഹിജാബുഹു എന്നാണ്. ആ പ്രകാശത്തെ, അള്ളാഹുവിന്റെ യഥാർത്ഥ അള്ളാഹുവിനെ, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിനെ കാണാനുള്ള ആ ബാരിയർ എന്ന് പറയുന്നത്, ഹിജാബ് എന്ന് പറയുന്നത് പ്രകാശമാണ്. ആ പ്രകാശം എങ്ങാനും നീങ്ങിപ്പോയാൽ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും കരിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു മഖ്ലൂക്കും ആ രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു, മനുഷ്യർ ആരും ആ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അതിനുള്ള അതിനുള്ള ശക്തി നമ്മുടെ കാഴ്ചക്കില്ല. അതാണ് സ്വർഗത്തിൽ വലദൈന മസീദ് എന്ന് പറയുന്നത്. അത് ലിഖാ ഉള്ളയാണ്. അള്ളാഹു ആ മറ നീക്കിയിട്ട് സ്വർഗവാസികളുടെ മുന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവനെ കാണാൻ സാധിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആയത്തുകൾ വെച്ചുകൊണ്ടാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ വാദത്തെ ഖണ്ഡിക്കുന്നത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത് എവിടെ വെച്ചാണ്? ഇന്ദ സിദ്റത്തിൽ മുൻതഹ. അതാണ് മിഅ്റാജിന്റെ രാത്രിയിൽ സംഭവിച്ചത്. മിഅ്റാജ് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് ഈ വിഷയം പറയാണ്. അപ്പോഴാണ് ഇവർ ആകെ അത്ഭുതപ്പെടുന്നത്. കാരണം ജിബ്രീൽ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളോട് പറയുന്ന വാക്കെന്താണ്? ഞാൻ അങ്ങോട്ട് പോയി കണ്ടു എന്ന്. അവിടെയാണ് അവർ നേരിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുന്നത്. അന്ന് സിദ്ദീഖ് ആയിട്ടില്ല, അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ എന്നാണ് അറിയപ്പെടുന്നത്. ഉമ്മു ഹാനിയോടാണ് റസൂലുള്ളാഹി ആദ്യം ഇത് പറയുന്നത്, തന്റെ പിതൃവ്യ പുത്രിയായ.
ഉമ്മുഹാനി ഇത് ജനങ്ങളോട് റളിയല്ലാഹു അൻഹ ഇത് മറ്റുള്ളവരോട് പറയാൻ ആദ്യം മടിച്ചു നിന്നു. കാരണം ഇപ്പൊ തന്നെ പരിഹാസം കൊണ്ട് ഇവിടെ മക്കയിൽ നിൽക്കാൻ കഴിയുന്നില്ല. ജിബ്രീൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അഫതുമാറൂനഹു അലാ മയറ, പ്രവാചകൻ നേർക്ക് നേരെ കണ്ട കാര്യത്തെ നിഷേധിക്കുകയും കളവാക്കുകയും ഭ്രാന്തനെന്നും വ്യാജനെന്നും മാരണക്കാരനെന്നും അതേപോലെ തന്നെ ഷായിറെന്നും ഒക്കെ മുദ്ര കുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇതും കൂടെ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞില്ല, ആദ്യം മടിച്ചു നിന്നു. പക്ഷെ പിന്നീട് സത്യം പറയാന്നുള്ളതാണല്ലോ നമ്മുടെ ദൗത്യം എന്ന നിലക്ക് അവർ പറഞ്ഞു. അങ്ങനെയാണ് അവർ നേരെ ഓടിച്ചെല്ലുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ടാണ് അബൂബക്കറെ, മുഹമ്മദ് ഈ പറയുന്നത് നീ കേട്ടോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ യുക്തിസഹമായ മറുപടിയാണ് നൽകിയത്. ഞാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടോ? അതെ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. കാരണം ഇത് രാത്രി നടന്ന സംഭവം പ്രവാചകൻ നേരം പുലർന്ന പറയുന്നത് അവർ കേട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് കേട്ടിട്ടില്ല. എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. എന്താ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം? അതാണ് നേരത്തെ പറഞ്ഞ അതേ കാരണം. വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് മുഹമ്മദ് നബിയോട് സംസാരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്താ പ്രയാസം? അത് വിശ്വസിക്കാനാണ് അവർക്ക് പ്രയാസമായത്. ആദ്യത്തേത് വിശ്വസിക്കാത്തവർക്ക് ഇത് കൂടുതൽ പ്രയാസമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യത്തേത് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മുഹമ്മദ് നബി എന്തു പറഞ്ഞാലും വിശ്വസിക്കും. അവിടെ മുതലാണ് സുദ്ദീഖ് എന്ന നാമത്തിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ഇവരെ സംബന്ധിച്ചുള്ള ഇതൊരു ഇടുത്തി പോലെയായിരുന്നു, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. എന്നാൽ അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പലരും ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചവരാണ്. പലസ്തീനിലുള്ള 1 മാസത്തെ 2 മാസത്തെ വഴി ദൂരമുള്ള സ്ഥലത്ത് പോയവരാണ്. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ, കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ 1 മാസം അങ്ങോട്ടും 1 മാസം ഇങ്ങോട്ടും വേണം. അതവർ പലപ്പോഴും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ പോയ തഴക്കവും പരിചയവുമുള്ള ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയെന്ന, മുഹമ്മദ് നീ പറഞ്ഞത് വിശ്വസിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെയുള്ള ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അടയാളങ്ങൾ, അതിന്റെ വാതിലുകൾ, അതിന്റെ പരിസരങ്ങൾ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഇവരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബി അവിടെ പോയിട്ടില്ല എന്നുള്ളവർക്ക് ഉറപ്പാണ്. അതിന് മുമ്പ് അവിടെ പോയിട്ടില്ല എന്നുള്ളവർക്ക് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൃക്സാക്ഷി വിവരണം അവർക്ക് നടത്തി കൊടുക്കുകയാണ്, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും. കാരണം പ്രവാചകൻ കണ്ടതാണല്ലോ. മക്കതബൽ ഫുആദു മാ റഅ, കണ്ട കാര്യം എങ്ങനെ കളവാക്കാൻ പറ്റുക? ഇത് കേട്ടപ്പോൾ അവർക്ക് അവിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെല്ലാം അവിടെ ഉള്ളതാണ്. കൃത്യമായിട്ട് കണ്ട ഒരാൾ പറയുന്നത് പോലെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും അവരുടെ അഹങ്കാരം അനുവദിച്ചില്ല. എന്ന് മാത്രമല്ല, വിശ്വാസികളിൽ പലരും ഇതിന്റെ പേരും പറഞ്ഞിട്ട് മുർത്തദായി പോയിട്ടുണ്ട്. ഇത് അസംഭവ്യല്ലേ? ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഏതാണ്? അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു അംഗീകാരം. വിശ്വസിച്ച ആളുകൾക്ക് വിശ്വാസം വർദ്ധിച്ചു, അല്ലാത്തൊരു പുറത്തുപോയി. പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികൾക്കുമുള്ളൊരു പാരിതോഷികമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാഉം മിഅ്റാജും എന്നുള്ളത്. പിന്നെ ഇവിടെയുള്ള എന്ത് സിദ്റത്തിൽ മുൻതഹ എന്നാണ്. ഈ അതിർത്തി, മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള, അഥവാ അർശിന്റെ അടുത്തുള്ള 7ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന സിദ്റത്തുൽ മുൻതഹ. അവിടെ നിന്നാണ് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅ്റുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തി മിമ്മാ തഉദ്ദൂന എന്ന് സൂറത്ത് സജദയിൽ പറയുന്നുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വനലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതും, ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സുമ്മ യഅ്റുജു മിൻഹു, ഇവിടെ നിന്ന് കയറിപ്പോകുന്നതും അറജ, അതാണ് മിഅ്റാജ്. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്, ഇവിടെ നിന്ന് കയറിപ്പോകുന്നത്, ഇതൊക്കെ ഇന്നഹ ഇലൈഹ യൻതഹി മാ യഅ്റുജു ബിഹി മിൻ അംരില്ലാഹി മിനൽ അർളി, ഭൂമിയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോകുന്നത്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ഈ സിദ്റത്തുൽ മുൻതഹയിലേക്കാണ് എന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രവാചകൻ അതിനെ കുറിച്ച് വർണ്ണിച്ചത്. എന്നെ സിദ്റത്തുൽ മുൻതഹയിലേക്ക് കൊണ്ടുപോയെന്നും അതിന്റെ അതിന്റെ പിന്നെ ഫലങ്ങള് ഒരു വലിയ തോൽക്കുടം പോലെ, ഒരു വലിയ കുടം പോലെയുള്ള പഴങ്ങളാണ് എന്ന് ഹദീസിൽ കാണാം. അതേപോലെ തന്നെ അതിന്റെ ഇലകൾ മിസ്ലു ആദാനിൽ ഫീല, ആനയുടെ ചെവി പോലെയാണ് അതിന്റെ ഇലകൾ എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ജന്നത്തുൽ മഅ്വ എന്ന് പറഞ്ഞത്. അത് മഅ്വയുടെ ആവാസസ്ഥാനമായ, ത്തിന്റെ സങ്കേതമായ സ്വർഗത്തിന്റെ ആ തോട്ടത്തിന്റെ അടുക്കലാണ് സിദ്റത്തുൽ മുൻതഹ സ്ഥിതി ചെയ്യുന്നത്. ഇത് റഷ എന്ന് പറഞ്ഞാൽ അതിനെ പൊതിഞ്ഞു, മൂടി എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് അതിനെ പൊതിഞ്ഞത്? ആ സിദ്റയെ വലയം ചെയ്തു. മായർഷ, പൊതിയാവുന്നതെല്ലാം. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, فلما غشها من أمر ربي ما غشيها تغيرت فما أحد من خلق الله يستطيع أن يأتنها من حسنها. അതിനെ പൊതിഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, അതിന്റെ ഫലങ്ങള്, അള്ളാഹുവിന്റെ കാരുണ്യം, അവിടെയുള്ള മലക്കുകൾ, അതേപോലെ തന്നെ മുത്തും പവിഴങ്ങളും, ഇതെല്ലാം വലയം ചെയ്തിരിക്കുന്ന അതിസുന്ദരമായ, ഒരിക്കലും ഒരു ഖൽഖിനും അതിനെ വർണ്ണിക്കാൻ ലോകത്തൊരു സൃഷ്ടിക്കും സാധ്യമല്ല. അത്രയും ഭംഗിയുള്ള വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതാണ് ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ എന്ന് പറയുന്നത്. മാ സാഗൽ ബസർ വമാ തഗ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, പരിധി വിട്ടു പോയിട്ടില്ല. എന്നാൽ എന്ന് വെച്ചാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവിടെ വെച്ച് സംസാരിച്ചു, കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, നേരെ കണ്ടു. അള്ളാഹുവിനെ കാണാത്തത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട്, അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ നടക്കുമ്പോ ഇത്രയും ഭംഗിയുള്ള, ഹുസ്നുള്ള ഈ വൃക്ഷത്തിന്റെ ഭംഗി പ്രവാചകന്റെ ദൃഷ്ടികളെ തെറ്റിച്ചില്ല എന്നാണ്. അതാണ് പ്രവാചകൻ, അതാണ് ഗഫ്ലത്ത്, അതേപോലെ തന്നെ ദൃഢനിശ്ചയം, അസ്മ് എന്ന് പറയുന്നത്. അതാണ് ഉലുൽ അസ്ം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് വരാനുള്ള കാരണം. ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് മൈൻഡാണ്. ഒന്നിലേക്ക് നോക്കുമ്പോൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ശക്തി, അതിലേറ്റവും മുൻപന്തിയിലുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. അപ്പോ ചുറ്റുഭാഗത്തുമുള്ള അർശും അതേപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹയും, ഈ സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് നഹ്റാനി, ളാഹിറാനി വനഹ്റാനി ബാത്തിനാനി എന്നൊക്കെ ഹദീസിൽ കാണാം. അരുവികൾ ഒഴുകുന്നുണ്ട്, നദികള്, ദിജില, ഫുറാത്ത് അഥവാ യൂഫ്രട്ടീസ് നദി, നൈൽ നദി, ഇതിന്റെ ഉത്ഭവം സിദ്റത്തുൽ മുൻതഹയുടെ കാണ്ഡത്തിൽ നിന്നാണ്, അതിന്റെ സാക്കിൽ നിന്നാണ് എന്നൊക്കെ സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അത്രയും ഭംഗിയുള്ള, വളരെ പ്രയോജനപ്രദമായ ആ വൃക്ഷത്തെ കണ്ടിട്ട് പ്രവാചകൻ ഒരിക്കലും കണ്ണ് തെറ്റിയിട്ടില്ല. മാ സാഗൽ ബസറു വമാ തഗ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന വിഷയത്തിൽ കൃത്യമായി കണ്ടിട്ടുണ്ട്. ആ ദൃഷ്ടികൾക്ക് ഒരിക്കലും അഗോചരമായ രൂപത്തിലല്ല അവിടെ ദർശനം നടത്തിയത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബറ. അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു വിഷയം. ലിനുരിയഹു മിൻ ആയാതിന. ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിന്റെ പുറത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിലും പരിസരത്തുമുള്ള ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കണ്ടു. അതാണ് നേരത്തെ വിവരിച്ചു കൊടുത്ത കാര്യങ്ങൾ. അതിനപ്പുറത്തുള്ള ദൃഷ്ടാന്തം, അതാണ് വാനലോകത്തുള്ള ദൃഷ്ടാന്തം. അതാണ് ലഖദ് റആ. തീർച്ചയായും ആ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. മിൻ ആയാതി റബ്ബിൽ കുബറ. ആയാത്തുള്ള, അള്ളാഹുവിന്റെ
ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ? പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ വാനലോകത്തെ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട ദൃഷ്ടാന്തങ്ങൾ, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ ചെരിപ്പടിക്കാലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞതുണ്ട്. അതേപോലെ തന്നെ പല ആളുകൾക്കുമുള്ള ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാഷിത്ത ബീബിയുടെ സംഭവം അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയി നമുക്ക് വിവരിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. മാഷിത്ത ബീബി ആരാ? ഇബ്നത്തു ഫിർഔൻ, ഫിർഔന്റെ പരിചാരികരിൽപ്പെട്ട ഒരാളായിരുന്നു. ഫിർഔനിന്റെ മക്കളുടെ മുടി ചീകിക്കൊടുത്ത് അവരെ പരിപാലിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു മാഷിത്ത ബീബി. ഒരിക്കൽ മോളുടെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുമ്പോഴാണ് ചീർപ്പ് താഴെ വീഴുന്നത്. ആ സമയത്ത് അവർ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ആ ചീർപ്പ് എടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മോളാകെ അത്ഭുതപ്പെട്ടു. അപ്പൊ അബി, എന്റെ വാപ്പല്ലേ, എങ്കിനാ തങ്ങൾ ബിസ്മില്ല പറയുന്നത്? എന്റെ വാപ്പല്ലേ നമ്മുടെ രക്ഷിത, നമ്മുടെ റബ്ബ്. അപ്പോ മാഷിത്ത് അബി പറഞ്ഞു, റബ്ബു അബി റബ്ബി വ റബ്ബു അബി, അല്ലാഹ്, നിന്റെ രക്ഷിത, നിന്റെ വാപ്പാന്റെ റബ്ബും എന്റെ റബ്ബും അള്ളയാണ്. ഇതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ പിതാവിനോട് പറയും എന്ന് പറഞ്ഞു. അതേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫിറൗനോട് വിഷയം പറയുന്നതും ഫിറൗൻ വിളിച്ചു വരുത്തുന്നതും. അവസാനം ഫിറൗൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. അവരെയും അവരുടെ 4 മക്കളെയും തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് വറുത്തെടുത്തു എന്നാണ് ചരിത്രം. അവസാനം 4 മക്കളെ ഓരോന്നോരോന്നായി അതിലേക്ക് എറിയുകയാണ്. പാല് കുടിക്കുന്ന തന്റെ പിഞ്ചോമനയെ മടിയിലിരുത്തിയിട്ട് മാഷിത്ത ബീവി ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുകയാണ്. ഈ പിഞ്ചു കുഞ്ചുമായിട്ട് എങ്ങനെ ചാടും? ആ സമയത്താണ് മാഷിത്ത ബീവിയോട് ആ മകൻ പറയുന്നത്, യാ ഉമ്മാ ഇഖ്തഹിമി, എന്താ കാത്തു നിൽക്കുന്നത് മാതാവേ, ചാടിക്കോളൂ. ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിലെ ശിക്ഷ പരലോകത്തെ ശിക്ഷയെ അപേക്ഷിച്ച് എത്ര ലളിതമാണ്. കത്തിയാളുന്ന നരകാഗ്നിയുടെ മുമ്പിൽ ഈ തിളച്ചു മറിയുന്ന എണ്ണ, അതെത്ര ലളിതമായ ശിക്ഷയാണ്. അതാണ് പിഞ്ചു കുഞ്ഞ്, പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിച്ച സംഭവം ജുറൈജ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കുഞ്ഞാണ് ഈ കുഞ്ഞ്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ സംസാരിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ വലിയ അത്ഭുതങ്ങളാണ്. മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര എന്നതിന് പറയുന്നതിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ അറുത്ത് കൊല ചെയ്ത ഖിദാർ ഇബ്നു സാലിഫിനെ അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ധാരാളം പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ അവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നു, വിത്തിറക്കുന്നു, പിന്നീട് അവർ അതിനെ കൊയ്തെടുക്കുന്നു. കുല്ലമാ ഹസദു ആദ കമാ കാൻ, കൊയ്തെടുക്കും തോറും അതിലെ വിളവുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നമ്മൾ സാധാരണ വിത്തിറക്കി അതിന്റെ വിളകൾ കൊയ്തെടുത്താൽ, പറിച്ചെടുത്താൽ അത് പോവാണ് ചെയ്യുക. പിന്നീട് അത് ഉണ്ടാവില്ല. പിന്നീട് ഉണ്ടാവണമെങ്കിൽ മാസങ്ങൾ എടുക്കും. പക്ഷെ ഇതങ്ങനല്ല, കൊയ്തെടുക്കും തോറും അതിന്റെ വിളകളും വിഭവങ്ങളും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീൽ മഹാദ, ഇതെന്താ സംഭവം? ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് തുളാഅഫു ലഹുമുൽ ഹസനതു ബിസബ്ഇമിഅത്തി അളഫ്. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. അതിങ്ങനെ ഇരട്ടി ഇരട്ടിയായി 700 ഇരട്ടി വരെ. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ എന്ന് പറഞ്ഞില്ലേ? ഒരു ധാന്യമണി കുഴിച്ചിട്ടാൽ 7 കതിരുകൾ ഉണ്ടാകും. ഓരോ കതിരിലും 100 ധാന്യമണി ഉണ്ടാകും. അങ്ങനെ അത് 700 ആകും. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ
ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിടത്തും ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ അവരുടെ പല കൗമൻ പ്രവാചകൻ ചില ആളുകളെ കണ്ടു. തുഖ്റദു അൽസിനത്തുഹും വശഫാഹുഹും ബിമഖാരിർ. അവർ അവരുടെ സ്വന്തം നാക്കുകളും അതേപോലെ തന്നെ ചുണ്ടുകളും എല്ലാം കത്രിക കൊണ്ട് ഛേദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞത് ഹഉലാഹി ഹും ഖുതബാഉൽ ഫിത്ന യഖൂലൂന മാ ലാ യഫ്അലൂൻ. പ്രവർത്തിക്കാത്തത് പറയുന്ന പ്രഭാഷകന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രവർത്തിക്കാത്തതിനെ കുറിച്ച്, പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച്. അപ്പൊ നമ്മള് യഖൂലൂന മാ ലാ തഫ്അലൂൻ കബറമൊക്കെ തന്നെ എന്തുള്ള പാണ്ഡവത്തിലെ കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്ന ശിക്ഷയാണ് പറയാത്തത്, പ്രവർത്തിക്കാത്തത് പറയുക എന്നുള്ളത്. ഉടൽമാനങ്ങൾ പുറത്തേക്ക് ചാടി ആസുകല്ലിൽ കഴുതകൾ ചുറ്റുന്നത് പോലെ നരകത്തിൽ അവർ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ മറ്റൊരു അതിൽ പറയുന്ന അവിടെ വെച്ച് കണ്ടത് അവരുടെ നഖങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുള്ള ചില മനുഷ്യന്മാരെ കണ്ടു എന്നാണ്. അവരുടെ മുഖങ്ങള് അവരിങ്ങനെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. മാംസങ്ങള്, നെഞ്ചിലുള്ള മാംസങ്ങളെല്ലാം അവരിങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ചോദിക്കാൻ മൻ ഹഉലാഇ യാ ജിബ്രീൽ, അതൊക്കെ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട അത്ഭുതങ്ങളാണ്. അതാണ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, റബ്ബിന്റെ ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. കുബ്ര എന്നുള്ളത് അക്ബർ, കബീർ എന്നതിന്റെ ബഹുവചനാണ്. കബീർ പറയുമ്പോൾ അക്ബർ എന്ന് പറയും. ആയാത്ത് എന്നുള്ള മുഅന്നസായ പദം ഉപയോഗിച്ചത് കൊണ്ടാണ് അൽ കുബ്ര. ആയാത്ത് അക്ബർ എന്നതിന്റെ മുഅന്നസ അഥവാ സ്ത്രീലിംഗ രൂപമാണ് കുബ്ര എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആയാത്തി റബ്ബിഹിൽ അക്ബർ എന്ന് പറയാതെ ആയാത്തി റബ്ബിഹിൽ കുബ്ര എന്ന് പറഞ്ഞത്. ആ കുബ്രയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പ്രവാചകൻ ഈ പറയുന്നത്. അപ്പൊ ആരാണ് സ്വന്തം ശരീരം ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് മാന്തിപ്പൊടിക്കുന്നത്? പറഞ്ഞത് അവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരാണ്, ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നവരാണ്. ഖുർആൻ ചോദിച്ചില്ല, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ അതിന്റെ പച്ചമാംസം വലിച്ചു തിന്നാൻ, അത് പരിച്ചെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ആരെങ്കിലും ആഗ്രഹിക്കുമോ? ശവത്തെ കുത്തുമോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ, അല്ലെ? ഒരു ശവത്തെ ഒരാൾ വേദനിപ്പിക്കാറില്ല. എങ്കിൽ തൻ്റെ സഹോദരനെ പറ്റി അപവാദങ്ങൾ പറയുന്നത്, അവന്റെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത്, അവനെപ്പറ്റി കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നടക്കുന്നത് അവന്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ്. അങ്ങനെ പച്ചമാംസം തിന്ന ആ ദുഷ്പ്രവർത്തിക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ്? സ്വന്തം ശരീരത്തിലെ പച്ചമാംസം ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെ? മുലപ്പാൽ നിഷേധിക്കുന്ന, മുലപ്പാൽ കൊടുക്കാൻ വിസമ്മതിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകള്. സൗന്ദര്യത്തെ ബാധിക്കും, സ്ഥനത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാളസർപ്പങ്ങൾ തുരുതുര അവരുടെ സ്ഥലങ്ങളെ കൊത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടതായിട്ട് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ 7ാമത്തെ ആകാശത്ത് കണ്ടെന്ന് പറഞ്ഞല്ലോ. ബൈത്തുൽ മഅമൂർ എന്ന വാനലോകത്തെ വിശുദ്ധാലയം, അവിടുത്തെ വാനലോകത്തെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. മുസ്നിദൻ അലാ ലഹ്രിഹി, എന്റെ പ്രപിതാവിനെ ഞാൻ അവിടെ വെച്ച് കണ്ടത് ബൈത്തുൽ മഅമൂറിലേക്ക് പുറം ചാരിയിരിക്കുന്നതായിട്ടാണ് എന്നാണ്. അത് റസൂൽ അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത വലിയൊരു പ്രതിഫലമാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമാണ് കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയത്. അപ്പൊ ഭൂമിയിൽ മനുഷ്യൻ വലയം വെക്കുന്ന കഅബയെ പടുത്തുയർത്തി അതിന് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ അൽ ആകിഫീന വസ്സുജൂദ്, സുജൂദ് ചെയ്യാനും വചനമിരിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ ആ രൂപത്തിൽ അതിനെ പുനഃക്രമീകരിച്ച് സജ്ജമാക്കി കൊടുത്തതിന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയ പ്രതിഫലമാണ് ഒരു ദിവസം 70,000 മലക്കുകൾ വലയം വെക്കുന്ന വാനലോകത്തെ കഅബയായ
ബൈത്തുൽ മഅമൂർ. ഒരിക്കൽ വലയം വെച്ച മലക്കുകൾ ലോകാവസാനം വരെ അതിനെ വലയം വെക്കില്ല എന്നാണ്. അത്രയും വിപുലമായ മലക്കുകൾ വലയം വെച്ചുകൊണ്ടിരിക്കുന്ന ആ കഅബയെ, ആ ബൈത്തുൽ മഅമൂറിനെ കാണാൻ, ആ ബൈത്തുൽ മഅമൂറിനെ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നത് അള്ളാഹു നൽകിയ മഹത്തായ അത്ഭുതങ്ങളിൽപ്പെട്ട ആയാത്തി റബ്ബിഹിൽ കുബ്ര, സർവോപരി അർശും അതേപോലെ തന്നെ അതും ചുറ്റുമായി ബന്ധപ്പെട്ട സിദ്റത്തുൽ മുൻതഹയും എല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ എടുത്തു പറയുകയാണ്. ഇതാണ് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഇസ്രായിനെ പറ്റി സൂറത്ത് തൗബയുടെ ഫസ്റ്റ് ആയത്തിലും മിഅ്റാജിനെ പറ്റി സിദ്റത്തുൽ മുൻതഹ, പലരും പറയാറുണ്ട് മിഅ്റാജ് ഖുർആനിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഖുർആനിൽ പറഞ്ഞു തന്നെയാണ് മിഅ്റാജ്. അതുകൊണ്ടാണ് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞതാണ്. സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? അത് വാനലോകത്താണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എങ്കിൽ വാനലോകത്തുള്ള ഏഴാനാകാശത്തുള്ള സിദ്റത്തുൽ മുൻതഹയെ പ്രവാചകൻ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ അവിടെ പോകണ്ടേ? എന്ത് സിദ്റത്തുൽ മുൻതഹ എന്നാണല്ലോ, അതിന്റെ അടുത്ത് വെച്ചാണല്ലോ സംസാരിച്ചത്. അപ്പൊ റസൂലുള്ളാഹിക്ക് മിഅ്റാജും ഉണ്ടായിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സിൽ വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ഇൻഷാ അല്ലാഹ് പറഞ്ഞ വിഷയങ്ങളിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഅ്റാജിൽ വിശ്വസിക്കുന്നത് ആരാണ്? മിഅ്റാജിൽ അവിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ ഹദീസ് നിഷേധികളായിട്ട് പ്രത്യക്ഷത്തിൽ വരുന്ന ആളുകളുണ്ടല്ലോ, ജഗനൂരി അങ്ങനത്തെ ആളുകൾ, അവരും മിഅ്റാജ് നിഷേധിക്കുന്നവരാണ്. ഇസ്റാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന ആയത്ത് വെച്ചിട്ട് അത് നിഷേധിക്കുന്നില്ല. അത് ഖുർആനിലുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ അവിടെ നിന്ന് ഇതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഇസ്രാനേക്കാൾ വലിയ അത്ഭുതമാണല്ലോ മിഅ്റാജ്. അപ്പൊ എന്തുകൊണ്ട് അത്രയും വലിയൊരു അത്ഭുതമായത് എന്തുകൊണ്ട് അള്ളാഹു ആ രൂപത്തിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അവർ പിന്നെ പരാമർശമില്ല എന്നുള്ളത്. പിന്നെ നിഷേധിക്കുന്നത് അത് ഫിസിക്കലി ആയിരുന്നില്ല, ഫിസിക്കലി അല്ല, പിന്നെ സ്വപ്നത്തിലായിരുന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ മിഅ്റാജിനെ അംഗീകരിക്കുന്നവർ പലരും പറയുന്നത്. അത് പിന്നെ അതായത് ഹദീസിനെ ഉൾക്കൊള്ളും, ബുദ്ധിക്ക് പറ്റുന്നത് ഉൾക്കൊള്ളും, അല്ലാത്തത് തള്ളുന്ന ആളുകളുണ്ട്. അവരിൽ പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ അഹ്ലുസുന്ന പറയുന്ന മറുപടി, അത് ഇത്ര വലിയ സംഭവമല്ലല്ലോ, അയാളുടെ ആകാശത്ത് സ്വപ്നത്തിൽ പോകാന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ. അപ്പൊ അതിങ്ങനെ എത്ര സംഭവമായിട്ട് ഖുർആനിൽ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ മിഅ്റാജ് എന്നുള്ള ഹദീസിൽ വരേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, ഖുർആനിൽ സിദ്റത്തുൽ മുൻതഹയുമായി ബന്ധപ്പെട്ട് ആ സൂചനയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന അത് അംഗീകരിക്കുന്നത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.